ഇച്ചാ എന്തോ ഇന്നേ ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും റെസൊല്യൂഷനൊക്കെ ഇടുന്നുണ്ട്. എന്ത് റെസൊല്യൂഷനാണ്? ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. അതിലുണ്ടല്ലോ ദേ ഇവളില്ലേ അഞ്ജലി, ഇവള് പറയണേ ഇവള് വണ്ണം കുറച്ച് കാണിക്കുന്നു. കണ്ട ജിമ്മിൽ പോയി ഇന്ന് ഫോട്ടോസ് അയച്ചാണ്. ഇന്ന് പോയപ്പോഴത്തേക്കും ഒന്ന് തന്നെ വേഗം അയച്ചു. വലിയ വണ്ണമൊന്നുമില്ലല്ലോ. അല്ലേ എന്തോ ചെറിയ ഇച്ചിരി വണ്ണുണ്ട്, കുറയ്ക്കണം. വെച്ചാ ഞാനും വിട്ടുകൊടുത്തില്ല. ഞാനും പറഞ്ഞു ഞാനും വണ്ണം കുറയ്ക്കുമെന്ന്. അവളെക്കാളും 2 കിലോ കുറച്ച് കാണിക്കണം. 2 മതിയോ? 3 ആക്കണമെങ്കിൽ ആക്കാം. എപ്പൊ ഫുഡ് ഉണ്ടാലും എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യിക്കണേ. വിട്ടുകൊടുക്ക. അടുത്ത റെസൊല്യൂഷനും വന്നു. ഈ ഇൻഹേലർ വലിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ മൂക്കിൽ നമുക്ക് എന്താ പറയുക ഇറിറ്റേഷൻ വരുന്നത്, ജലദോഷമൊക്കെ ഒരു സുഖമായിട്ട് അനുഭവിക്കുന്നത്. ഇതിങ്ങനെ എടുത്ത് ഒന്ന് വലിച്ചു കഴിയുമ്പോഴത്തേക്ക് സുഖമുണ്ടല്ലോ. ആഹാ പരമാനന്ദ അല്ലേ. സൈക്കോ. ഞാൻ പറയണ വല്ലതും ശ്രദ്ധിക്കണ്ടോ? ഞാൻ ശ്രദ്ധിക്കല്ലേ. റെസൊല്യൂഷന്റെ കാര്യം പറഞ്ഞിട്ട് എന്തെന്നോട് ചോദിക്കാത്ത എന്തൊക്കെയാന്ന്? അതല്ല നീ പറഞ്ഞ വണ്ണം കുറക്കണമെന്നൊക്കെ. ഞാൻ 2 പറഞ്ഞു, 1 വെച്ചാൽ ഞാൻ പറഞ്ഞോളൂ. ശരി, എന്തായാലും രണ്ടാമത്തെ റെസൊല്യൂഷൻ പറ കേക്കട്ടെ. അതോ നമ്മൾ തമ്മിൽ ഈ വർഷം അടി കൂടരുത്. കഴിഞ്ഞ വർഷം മൂട്ടം വഴക്കാൻ. എല്ലാം നീ കാരണല്ലേ? അല്ല ഞാൻ കാരണം. ഈ വർഷം അങ്ങനെയൊന്നും ഉണ്ടാവരുത്. ഞാൻ എന്ത് പറഞ്ഞാലും എന്ത് ലെവലിൽ പറഞ്ഞാലും അതൊക്കെ യെസ് അടിച്ചു പറഞ്ഞു. വഴക്കുണ്ടല്ലോ, നല്ല സ്മൂത്ത് ലൈഫായിരിക്കും. വഴി കാണും. നിന്റെ ആദ്യത്തെ റെസൊല്യൂഷൻ നടക്കുമെന്ന് അറിയാൻ പാടില്ല. രണ്ടാമത്തത് ഞാൻ നടത്തി തരാം. സിമ്പിൾ. എന്റെ എത്ര കൊല്ലത്തെ ആഗ്രഹങ്ങൾ സാധിക്കാൻ കിടക്കണ്ട്. ഞാൻ ലിസ്റ്റ് എടുത്തേ. അത് പിന്നെ ഫസ്റ്റ് ഈ 2 റെസൊല്യൂഷൻ നോക്കാം. നീ ഒരു കാര്യം ചെയ്യ്, നീ കണ്ണടച്ച് കഴിഞ്ഞിട്ടിരിക്കെ. നിന്റെ രണ്ടാമത്തെ റെസൊല്യൂഷൻ സാധിക്കാനുള്ള എൻ്റെ ഫസ്റ്റ് പടി ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവന്നേരായിരുന്നു. ഗിഫ്റ്റോ? ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. അത് കൊടുക്കണോ വേണ്ടോ എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് നീ നിന്റെ റെസൊല്യൂഷനായിട്ട് വന്നത്. വേഗം വായോ. ഇത്രയും സ്നേഹമുള്ള മനുഷ്യനായിരുന്നു എൻ്റെ ചായ. ലിപ്സ്റ്റിക്കോ? കൊള്ളാലോ. എടുത്തേ. കണ്ണാടി കണ്ടല്ലോ, ചായ മതിയല്ലോ. നോക്കിട്ടോ. കൊള്ളാമോ? സൂപ്പർ ആയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു, ഇനി മുതൽ നമ്മൾ തമ്മിൽ ഒരു വഴക്കും ഉണ്ടാവില്ല.